ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ ലൈഫ് ജേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബോട്ടിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ബോട്ടിയും കായും ഇട്ടിട്ടുള്ള കറി എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 1 കിലോ ബോട്ടി ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്, ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലോട്ട് അത് മുഴുവനെ മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. എപ്പോഴും ബോട്ടിയുടെ മുകളിലോട്ടായിട്ട് വെള്ളം നിൽക്കണം. ഇനി നമുക്കിതൊന്ന് തിളപ്പിക്കാൻ വെക്കണം. അപ്പോൾ സ്റ്റൗമ്മ വെച്ചിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ തിളപ്പിച്ച വെള്ളം നമ്മളിതിൽ നിന്ന് മാറ്റി കളയുന്നതായിരിക്കും. എന്നിട്ട് ബോട്ടി മാത്രമായിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇതൊരു വട്ടം നമ്മൾ തിളപ്പിച്ച് ഈ വെള്ളം നമ്മൾ മാറ്റി കളയേണ്ടതാണ്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റിക്കളയാം. അപ്പോൾ നല്ല തിളച്ച വെള്ളമാണ്. അപ്പോൾ നമുക്ക് നന്നായി ശ്രദ്ധിച്ചിട്ട് നമുക്ക് ആ തിളച്ചിട്ടുള്ള ആ ഒരു വെള്ളം നമുക്ക് മാറ്റിക്കളയാം. അപ്പോൾ ആ ബോട്ടിയുടെ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവും. അതുപോലെ കുറച്ച് നെയ്യും ആവശ്യമില്ലാത്ത വേസ്റ്റ് ആയിട്ടുള്ള അതൊക്കെ അതിൽ നിന്ന് മാറി കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നമുക്കൊരു 3 വട്ടമെങ്കിലും നല്ല വെള്ളത്തിൽ നമുക്കതൊന്ന് കഴുകി ക്ലീനാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ബോട്ടിക്ക് ഉണ്ടാവുന്ന എല്ലാ ഒരു ബാഡ് സ്മെല്ലും ആ ഒരു വേവിക്കുമ്പോൾ വരുന്ന ആ ഒരു ഇതൊക്കെ അതിൽ നിന്ന് മാറിപ്പോകുന്നതായിരിക്കും. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒരു 3 വട്ടമെങ്കിലും കഴുകിയതിന് ശേഷം നമുക്ക് പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ബോട്ടി കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. പ്രഷർ കുക്കറിലോട്ട് മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 3/4 സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ ഇഞ്ചി, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും, അതുപോലെ ചെറിയൊരു കുടം വെളുത്തുള്ളി ചതച്ചതും, അതുപോലെ നമുക്ക് കുരുമുളക് ചതച്ച് വെച്ചതും നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സവാള നമുക്ക് സ്ലൈസ് ചെയ്തത് നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു 2-3 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞിട്ട് നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം പാകത്തിന് എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ നമുക്ക് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ബോട്ടി വേവുന്നതിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഇനി അതിന് ശേഷം നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്രഷർ കുക്കറിൽ ഫസ്റ്റ് വിസിൽ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിക്കാവുന്നതാണ്. അതിന് ശേഷം എല്ലാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 8-9 വിസിലെങ്കിലും നമുക്ക് ബോട്ടി വേവുന്നതിന് ആവശ്യമാണ്. കൂടിപ്പോയൊരു 10 വിസിൽ ആവശ്യമാണ്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് വേവ് നോക്കിയിട്ട് നമുക്ക് വിസിലടിച്ചിട്ട് എയർ ഒട്ടും കളയാതെ നമുക്ക് മാറ്റിയെടുത്ത് വെക്കാവുന്നതാണ്. എയർ പതിയെ പോയതിന് ശേഷം മാത്രം നമുക്ക് കുക്കറിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാവുന്നതാണ്. ഈ സമയത്തിന് ഞാൻ 2 വലിയ കായ തൊലി കളഞ്ഞിട്ട് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ബോട്ടിയുടെ കൂടെ ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം. വെന്ത് വന്നൊന്ന് കാണുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് മാറ്റിയെടുത്ത് വയ്ക്കാവുന്നതാണ്. ഇനി നമുക്കൊരു അടിക്കനമുള്ള ഒരു കടായി സ്റ്റവിലോട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. അതിലോട്ട് ഞാനിപ്പോൾ ഒലീവ് ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ കുറച്ച് തക്കാളി, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക്, കറിവേപ്പില, ഒരു പിടി ചുവന്നുള്ളി, പിന്നെ ഒരു ചെറുനാരങ്ങ കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ കറിക്കൊക്കെ എപ്പോഴും നമുക്ക് നല്ലത് വെളിച്ചെണ്ണയാണ്. പക്ഷേ വെളിച്ചെണ്ണയ്ക്ക് പകരം ഞാനിപ്പോൾ ഒലീവ് ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ഏതാണ് അതിനനുസരിച്ച് നമുക്കത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് ഫ്രൈ ആയിട്ട് വരട്ടെ. കായ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലത്തെ വെള്ളമൊക്കെ ഊറ്റി മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി ഇതായി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് അതിന് ശേഷം നമുക്കിതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 3 പച്ചമുളക് നടുകീറിയത് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലോട്ട് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു പിടി ചുവന്നുള്ളിയാണ് ഞാൻ ഇതുപോലെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാവുന്നതാണ്.
ഉള്ളി നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 3 വലിയ സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ രുചിക്ക് ആവശ്യമായ ഇഷ്ടാനുസരണം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ സവാളയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്നും കൂടി ഇതൊന്ന് റോസ്റ്റാക്കി എടുക്കേണ്ടതുണ്ട്. നന്നായിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നില്ല, ചെറുതായിട്ടൊന്ന് വഴണ്ടി എടുക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ അത് റോസ്റ്റാക്കി എടുക്കാം. അങ്ങനെ സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇത്തിരി കൂടി നിങ്ങൾക്ക് ഫ്രൈ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്, അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ഞാൻ ഇവിടം കൊണ്ട് വെച്ച് നിർത്തുകയാണ്. ഇനി നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം തക്കാളി വേവുന്നത് വരെ അടച്ചു വെച്ചിട്ടൊക്കെ ഒന്ന് വേവിച്ച് കൊടുക്കാവുന്നതാണ്. രണ്ട് 3 മിനിറ്റൊക്കെ നമ്മൾ അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ തക്കാളിയിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് തന്നെ വെന്ത് പാകമാവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നന്നായിട്ട് തന്നെ വെന്തുടഞ്ഞിട്ടൊക്കെ ഉണ്ട് തക്കാളി. അതിന് ശേഷം നമുക്കിതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ബീഫ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഞാൻ 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം 1 ടീസ്പൂൺ ഗരം മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് മസാലപ്പൊടികളൊക്കെ ഒന്ന് റോസ്റ്റാക്കി എടുക്കേണ്ടതുണ്ട്. ആ പൊടികളൊക്കെ റോസ്റ്റായി കിട്ടണം. അതിൻ്റെ ഇടയിൽ ഞാൻ കുരുമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1.5 സ്പൂണിൻ്റെ അടുത്തുള്ള കുരുമുളക് പൊടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാവുന്നതാണ് എരിവിനനുസരിച്ച്. അപ്പോൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഈ മസാലപ്പൊടികളെല്ലാം നമുക്ക് റോസ്റ്റാക്കി എടുക്കാവുന്നതാണ്. ചേർത്ത് കൊടുത്ത പൊടികളൊക്കെ റോസ്റ്റായിട്ട് വരുമ്പോൾ നമുക്കിതിലോട്ടൊരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ ബോട്ടി വേവിച്ചത് ഇതിലോട്ട് ചേർക്കുമ്പോൾ മസാലയ്ക്ക് അതിലോട്ട് നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലോട്ട് വേവിച്ച് വെച്ച ആ ഒരു ബോട്ടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആ വേവിച്ച ചാറോട് കൂടിയിട്ട് തന്നെയാണ് അതിൽ വേവിച്ചുള്ള വെള്ളം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ മാറ്റിക്കളയുന്നില്ല. അപ്പോൾ ആ വേവിച്ച വെള്ളവും അതുപോലെ ബോട്ടി കഷ്ണങ്ങളും കൂടിയിട്ടാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സാക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ആ മസാലകളും പൊടികളും അതുപോലെ നമ്മൾ വഴന്ന് വന്നിട്ടുള്ള സവാള, ഇഞ്ചി, പച്ചമുളക്, ഉള്ളി, കറിവേപ്പില അതൊക്കെ അതിൽ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാവുന്നതാണ്. ഈ സമയത്ത് നമുക്ക് കറിക്ക് ആവശ്യമായ ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കല്ലുപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നോക്കിയിട്ട് നമുക്ക് കറക്റ്റാക്കി എടുക്കാം. എല്ലാം മിക്സായി യോജിച്ച് വന്നതിന് ശേഷം നമുക്ക് കായ നമ്മൾ വേവിച്ച് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് നന്നായി വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാവുന്നതാണ്. ആ കായും ബോട്ടിയും കൂടിയും ഒരുപോലെ യോജിച്ച് വരുന്നത് വിധത്തിൽ നമുക്ക് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കാം. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയും ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി നമുക്ക് അവസാനമായിട്ട് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഈ സമയത്ത് ആവശ്യാനുസരണം നാരങ്ങനീരും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ബോട്ടിക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ രുചികരമായ ബോട്ടിക്കറിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.